വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പി അങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടിട്ട് ശാലിനി ചെല്ലുന്നുണ്ട്. അന്നേരം എന്തു പറ്റി, പെട്ടെന്നൊരു മൂഡ് ഓഫ്, പനി വല്ലതും ഉണ്ടോ എന്നും പറഞ്ഞിട്ട് ശാലിനി നെറ്റിയിലേക്ക് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല ചേച്ചിയമ്മയെന്ന് പറയുമ്പോൾ അതല്ല, എന്തോ ഉണ്ട്, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ആലോചിക്കുകയായിരുന്നു, അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാലിനിക്കും ആകെപ്പാട് വിഷമം വരുന്നുണ്ട്, കരച്ചിലൊക്കെ വരികയാണ്, ശാലിനിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ശാലിനിയാണെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനാണ് മോളുടെ അമ്മ, വിഷ്ണു അച്ഛനാണ് മോളുടെ അച്ഛൻ, നമ്മൾ അച്ഛനും അമ്മയും 2 മക്കളും കൂടി വന്നതാണ്, അങ്ങനെ കരുതിയാൽ മതി. മോള് സന്തോഷമായിട്ട് ചെല്ല്, അടുത്ത തവണ വരുമ്പോൾ നമുക്ക് അച്ഛനെയും അമ്മയും കൂടെ കൂട്ടാം, കൂടെ ശാരദ അമ്മയും കൂട്ടാം എന്ന് പറയുമ്പോൾ ഇത്തിരി സന്തോഷം വരുന്നുണ്ട്. മോളിങ്ങനെ മാറി നിന്നാൽ സത്യയ്ക്ക് വിഷമാവില്ലേ, മോള് ചെല്ല് എന്നിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി ചിരിച്ചുകൊണ്ട് ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിഷ്ണു എന്നിട്ട് രണ്ടുപേരെ ഇങ്ങനെ ഊഞ്ഞാലാട്ടുകയാണ്. ഈ സമയത്ത് ശാലിനി വിഷമിച്ചിങ്ങനെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ അച്ഛനും അമ്മയും സ്വന്തം അച്ഛനും അമ്മയും ഞങ്ങളാണെന്ന് പറയാനായിട്ട് കഴിയുന്നില്ലല്ലോ, അവളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും യഥാർത്ഥം അല്ല എന്നറിയുമ്പോൾ എൻ്റെ മോൾ എങ്ങനെ താങ്ങും, ഇതൊന്നും എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ ശാലിനി വിഷമിച്ചിങ്ങനെ ഓരോന്ന് ഓർത്ത് നിൽക്കുമ്പോൾ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു രണ്ടുപേരോടും പറയുകയാണ്, അതേ ഒറ്റയ്ക്ക് ഈ തനിയിരുന്ന് ആടിക്കൊള്ളണം, വേറെ എങ്ങോട്ടും പോവല്ലേ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. ശാലിനിയുടെ മുഖം കണ്ടിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല സന്തോഷിക്കാനെന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ എന്താ മാറി നിൽക്കുകയാണ്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ കരഞ്ഞ കണ്ണൊക്കെ കാണുമ്പോൾ അതൊന്നുമല്ല, എന്തോ ഉണ്ട്, എന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുട്ട പിന്നെ പപ്പിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും നമ്മളാണെന്ന് അവൾ അറിയുമ്പോൾ അവൾക്കത് താങ്ങാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അവളുടെ മനസ്സിൽ നമ്മളിപ്പോൾ ഇല്ല, അവളുടെ പിന്നെ അറിയുമ്പോൾ കുട്ടിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെ തീർക്കും, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നും പറഞ്ഞ് ശാലിനി ആകെ വിഷമിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അവളുടെ മനസ്സ്, പപ്പിയുടെ മനസ്സ് എനിക്കറിയാം, അവളുടെ മനസ്സിൽ ശ്യാമയും രോഹിത്തും ഒക്കെയാണ്, നമ്മൾ വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയും ഒക്കെയാണ്, പക്ഷേ നമ്മുടെ മകളെ നമുക്ക് തിരിച്ചു വേണം, പക്ഷെ അതിപ്പോഴല്ല, നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കുക തന്നെ വേണം എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് കരയുകയാണ്. ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ എന്നോട് ക്ഷമിക്കണേ, ആർക്കും പ്രയോജനമില്ല, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ചെയ്തു വെച്ചതാണ്, പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മാത്രം കണ്ണീരായിട്ട് മാറിയിരിക്കുകയാണ്, വെറുതെ പ്രയോജനമില്ലാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തു വെച്ചത്, പക്ഷെ ഇതൊക്കെ ഞാൻ എങ്ങനെ ശരിയാക്കി എടുക്കുമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് വീണ് ശാലിനിയും കരയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, നമുക്ക് നമ്മളെ മോളുടെ തിരിച്ചു കിട്ടും, പക്ഷെ ഇപ്പോഴൊന്നും അല്ല, ഇത് ആൾക്കാരൊക്കെ നോക്കുന്നു, കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നത് സത്യം ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അവരെന്താ പറയുന്നത് എന്നിങ്ങനെ പപ്പിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ സത്യയും പപ്പിയും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതൊക്കെ നമ്മുടെ സത്യങ്ങൾ അറിയുമ്പോൾ സത്യമെല്ലാം അറിഞ്ഞ് സന്തോഷമായില്ലേ, അതേപോലെ പപ്പിയും സന്തോഷിക്കുക തന്നെ ചെയ്യും, ആ ഒരു ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവരടുത്തേക്ക് ചെല്ലുകയാണ്. ശാലിനി പെട്ടെന്ന് മുഖം വേറെ സ്ഥലത്തേക്ക് നോക്കുന്നുണ്ട്. അന്നേരം വർത്തമാനം പറയാനാണെങ്കിലേ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് സത്യം ഒതുക്കുകയാണ്. അന്നേരം അമ്പടി എന്നും പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കവളിലേക്ക് പിടിക്കുന്നുണ്ട്. അന്നേരം അടുത്തത് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനിയാണ് വാട്ടർ തീം പാർക്കിലെ സ്പെഷ്യൽ റൈഡ് എന്ന് പറയുമ്പോൾ വെള്ളത്തിലാണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലങ്ങനെ തുള്ളിച്ചാടുകയാണ്. അന്നേരം ശാലിനിയോട് പറയുന്നുണ്ട്, ദേ കളക്ടറാണെന്നുള്ള അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്, അല്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കുളിക്കാൻ പോവുകയാണ്, വന്നേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ വിളിച്ചിട്ട് വിഷ്ണു കുട്ടികളെയും പിടിച്ചുകൊണ്ട് വെള്ളത്തിനടുത്തേക്ക് പോകുന്നുണ്ട്. ശാലിനി പക്ഷേ ആ ഒരു വിഷമം ശാലിനിയുടെ മുഖത്തുണ്ട്, ആ പപ്പിയുടെ കാര്യം ഓർത്തുണ്ട്, പക്ഷേ ശാലിനിയും പിന്നാലെ പോകുന്നുണ്ട്. തന്നെ കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനുള്ള വേറെ ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. വിഷ്ണു ആദ്യം വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അതിനെ ചാടുമെന്ന് പറയുമ്പോൾ സത്യവതിക്കട്ട് ചാടണോ എന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് മക്കൾ ഓരോരുത്തരായിട്ട് ചാടുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പിടിച്ച് വെള്ളത്തിൽ ഇറക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊക്കെ അവർ കളിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ശാലിനി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിതൊക്കെ കണ്ട് ഇവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. വിഷ്ണുവേട്ടൻ എൻ്റെ പാതി എന്നല്ലേ പറയുന്നത്, ആ പാതി അങ്ങ് കുളിച്ചാതി എന്ന് പറയുകയാണ്. അന്നേരം ബാക്കി പാതിയോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ശാലിനിയുടെ മുഖത്തേക്കൊക്കെ എറിയുന്നുണ്ട്, കൊടയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ബാക്കി എൻ്റെ മക്കൾ രണ്ടുപേരും കൂടി പരിഹരിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, ഇറങ്ങിയേ പറ്റുള്ളൂ, ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് കയറിയിട്ട് പിടിച്ച് വലിക്കുകയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനി പുറകോട്ട് മാറുമ്പോഴത്തേക്ക് വിഷ്ണു ശാലിനിയെ പൊക്കി അങ്ങ് എടുക്കുകയാണ്. അന്നേരം കുട്ടികളിങ്ങനെ നോക്കി സന്തോഷിച്ച് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഒറ്റ എറിയുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ എറിയാനായിട്ട് പോകുമ്പോൾ ശാലിനി വിഷ്ണുവിനെ അങ്ങ് വട്ടം ചുറ്റി പിടിക്കുകയാണ്. വേണ്ട, എറിയണ്ട എന്ന് പറഞ്ഞിട്ട് 2-3
പ്രാവശ്യം വിഷ്ണു ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. ഇവിടം വരെ വന്നിട്ട് വെള്ളത്തിലിറങ്ങിയില്ലെങ്കിൽ എനിക്കാണ് അതിൻ്റെ മാനക്കേടെന്ന് പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം വിഷ്ണു ഇങ്ങനെ എറിയാനായിട്ട് ഓങ്ങുമ്പോൾ ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കഴുത്തിനങ്ങ് വട്ടം പിടിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഇത് കണ്ടിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണെങ്കിൽ എറിയല്ലേ എറിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങോട്ട് എടുത്ത് എറിയച്ചാന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ ശാരദാമ്മ ഫോൺ ചെയ്യുകയാണ്. ഇതേ ഫോൺ അമ്മയാണ് എന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട്, ഹലോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം വിഷ്ണുവിൻ്റെ താഴെ നിർത്ത് വയ്ക്കി എറിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ അത് കേൾക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ട സമയം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പതിയാണെങ്കിൽ ശാലിനിയെ താഴെ നിർത്തുന്നുണ്ട്. എന്നിട്ട് ശാലിനി ചിരിച്ചുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഒരു തള്ളം കൊടുക്കുകയാണ്. വിഷ്ണു വെള്ളത്തിലേക്ക് ഒന്ന് വീഴുന്നുണ്ട്. ഇത് കണ്ട് കുട്ടികളൊക്കെ ചിരിക്കുകയാണ്. അന്നേരം അമ്മയെ ഞങ്ങളിവിടെ വട്ടത്തീം പാർക്കിലാണ് എന്ന് പറയുമ്പോൾ, അല്ല അവിടെ ഭയങ്കര ബഹളമാണല്ലോ, എന്തോ താഴെ വെക്കാനോ ഇറക്കാനോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. അന്നേരം അത് ഇവിടെ അച്ഛനും മക്കളും കൂടി ഇവിടെ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശാലിനി വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, മക്കളെ ശ്രദ്ധിച്ചോളണം, നിങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ തന്നെ കാണണം, കണ്ണ് തെറ്റിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും എനിക്കിവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ല, അതുകൊണ്ട് വിളിച്ചതാണെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, പിന്നീട് ചൂരൽമലയാണ്, അവിടെ റേഞ്ച് കിട്ടുകയാണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അതേസമയം ഈ കുട്ടികളും വിഷ്ണുവും കൂടെ അവിടെ വെള്ളത്തിലാകപ്പാടെ കളിയും ബഹളവും, ഓരോ റൈഡിൽ കയറുന്ന വെള്ളത്തിലേക്ക് വീഴുന്നു. വീണ്ടും വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ വീണ്ടും തള്ളി വെള്ളത്തിലേക്ക് ശാലിനി ഇടുകയാണ്. തുടർന്ന് ആകെ സന്തോഷത്തിൽ കുട്ടികളും ശാലിനിയും ഒക്കെ ആയിട്ടുള്ള ആ സീനുകൾ. അതേസമയം അവിടെ അനൂപും അരുണും കൂടി പിന്നെ നൂറിനെ കാത്തു നിൽക്കുകയാണ്. അന്നേരം അരുണാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്, എത്ര നേരമായി, ഇനിയിപ്പോൾ കണ്ടില്ലല്ലോ, പീവണാണെങ്കിൽ ഇപ്പോൾ വിളിക്കും, അയാൾ ആകെ കലിപ്പിലാണെന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും കുറച്ച് സമയം കൂടി കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ തിരക്കി പോയാലും ചോദിക്കുകയാണ്. അന്നേരം അവിടെ പിന്നെ പെണ്ണ് കേസാവും, ആളുകൾ കെട്ടിയിട്ട് തല്ലും, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പീവൺ വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും നമ്മൾ പുറപ്പെട്ടു എന്നോ അതെ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നോ എന്തെങ്കിലും പറയുന്ന അനു പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ, എന്തായാലും നീ ഫോൺ എടുക്കുന്ന അനു പറയുമ്പോൾ അരുൺ ഫോൺ എടുക്കുന്നുണ്ട്. തുടർന്ന് പിയൂൺ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ് നിങ്ങളുടേതാണ്, അപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ പെണ്ണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ എത്തും, അത് കഴിയുന്നതിന് മുമ്പ് എന്തായാലും എത്തും എന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ ആ സമയത്ത് ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ പിന്നെ വീട്ടിൽ പോകും, പിന്നെ ഇന്ന് നോക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ 100 തന്നെയാണ് വരുന്നത്. 100നെ കാണുമ്പോൾ അനുവിനാകെ ആശ്വാസമാവുന്നുണ്ട്. അന്നേരം എന്ത് പണിയാണ് മോളെ കാണിച്ചത്, എത്ര നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇറങ്ങാൻ നേരത്ത് അവർ കയറി വന്നു, പിന്നെ എന്നെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു, മാമിയുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ വന്നതെന്ന് പറയുമ്പോൾ അരുൺ പറയുന്നുണ്ട്, സംസാരിച്ചിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് കയറുമെന്ന് പറയുകയാണ്. തുടർന്ന് അവർ 3 പേര് വണ്ടി കയറുന്നുണ്ട്. അരുൺ നല്ല സ്പീഡിന് വണ്ടി എടുത്ത് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ്. ഇതേസമയം ശാലിനിയും വിഷ്ണുവും കുട്ടികളും ഒക്കെ അവിടെ നിന്ന് വാട്ടർ തീം പാർക്കിൽ നിന്ന് കയറിയിട്ട് പിന്നീട് അവർ മറ്റേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിനെ കാറിലിരിക്കുന്ന ഈ സത്യയും പപ്പി ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്ത് പറ്റി, രണ്ടുപേരും ബഹളമൊന്നും ഇല്ലല്ലോ, തളർന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നല്ല ദോശ കിട്ടാൻ വല്ല വഴിയുണ്ടോ വെച്ചാന്ന് ഇങ്ങനെ സത്യ ചോദിക്കുകയാണ്. പപ്പി പറയുന്നുണ്ട്, ശാരദാമ്മ ഉണ്ടാക്കുന്നത് പോലത്തെയുള്ള ദോശ വേണമെന്ന് പറയുമ്പോൾ പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, അതേപോലത്തെ ഒന്നും കിട്ടില്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് മതിയാക്കി തിരിച്ചു പോകണമെന്ന് പറയുകയാണ്. അന്നേരം ട്രിപ്പ് മതിയാക്കുന്ന കാര്യം ആലോചിക്കുകയും വേണ്ട, ദോശ കിട്ടിയില്ലെങ്കിലും വേണ്ടൂല എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ നല്ല ചായ എങ്കിലും കിട്ടുമെന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, അല്ല ബ്രെഡും പഴവും ഒക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ളതല്ലേ, ഇപ്പോഴേ എടുത്താൽ പിന്നെ അവിടെ ചെന്ന് നമ്മൾ എന്തോ ചെയ്യും എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരും 2 സൈഡിലേക്ക് നോക്കിയിരുന്നു, ശാരദാമ്മയെ പോലുള്ള ഒരമ്മ നമുക്ക് വേണ്ടി ദോശ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. അന്നേരം എങ്കിൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ, സത്യം നോക്കിക്കോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും 2 സൈഡിലായിട്ട് ഇങ്ങനെ കടകളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങനത്തെ ഏതെങ്കിലും കട ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഒരു കടയുടെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഒരു മുത്തശ്ശി ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വഴിയോരത്തുള്ളൊരു തട്ടുകട പോലെ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് പഠിക്കുന്നുമുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊരു കട ഉണ്ടാവുമെന്ന് വിഷ്ണു പറയുമ്പോൾ, ഇതാണോ വിഷ്ണു അച്ഛൻ പറഞ്ഞ ശാരദാമ്മയുടെ കട എന്ന് ചോദിക്കുകയാണ്. പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടി ഇതായിരുന്നു പഠിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണെങ്കിൽ കഴിക്കാൻ എന്താ ഉള്ളത് അമ്മയെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ, ദോശയുണ്ട് ഉപ്പുമുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ദോശ കാണുമെന്ന്, കുട്ടികൾക്ക് 2 പേർക്കും ദോശയോട്, ഞങ്ങൾക്ക് ചായ മതി എന്ന് പറയുകയാണ്. അതൊന്നും എല്ലാവരും ഇരിക്കുന്നുണ്ട്. ദോശയെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് മുത്തശ്ശി. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അല്ല മോൾ എന്താ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞിട്ട് അപ്പുറ സൈഡിലൊരു വീട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുമാതിരി പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടം. അന്നേരം അത് പിന്നെ വീഴാറായി, അടച്ചുറപ്പുള്ള ഒരു മുറിയും ഇല്ല, കാറ്റും മഴയൊക്കെ ഉള്ളതല്ലേ, ഞാനുള്ളപ്പോൾ മാത്രമേ മോളെ അവിടെ ഇരുത്തത്തുള്ളൂ, അല്ലാത്തപ്പോൾ ഇവിടെ
കൊണ്ടുവന്നിരുത്തും. എങ്ങനെയാണ് വിശ്വസിച്ചിരുത്തുക എന്നൊക്കെ ഇങ്ങനെ അമ്മ സങ്കടം പോലെ പറയുകയാണ്. അന്നേരം ഈ കുട്ടി ഇങ്ങനെ ശാലിനിയും വിഷ്ണുവൊക്കെ ശ്രദ്ധിക്കുകയാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. കുട്ടി ഇരുന്ന് പഠിക്കുന്നേ ഉള്ളൂ. അന്നേരം പറയുന്നുണ്ട് വീട് പണിയാനൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തതാണ്, പക്ഷേ എല്ലായിടത്തും ചെല്ലുമ്പോൾ അവർക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. ഒന്നും നടക്കുന്നില്ല. ഒരു ബാത്റൂം പോലും കെട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പെൺകൊച്ചല്ലേ വളർന്നു വരുന്നത്. അടച്ചുറപ്പുള്ള ഒരു മുറിയെങ്കിലും മതിയായിരുന്നു. എൻ്റെ മോളാണ് ക്യാൻസർ വന്ന് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മോള് മരിച്ചത്. അന്ന് ഒരല്ലലും ഇല്ലാതെ നോക്കിക്കൊള്ളണമെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷേ ഈ മുത്തശ്ശിയെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്നും പറഞ്ഞ് സങ്കടം പോലെ അങ്ങ് പറയുകയാണ്. അന്നേരം ശാലിനി എഴുന്നേറ്റ് വന്ന് കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് എത്രയെല്ലാം പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ 6ാം ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങ് പഠിക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി ഇടപെട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു വീടിൻ്റെ അതിനുള്ളൊരു ശരിയാക്കി കൊടുക്കുമായിരിക്കും. കളക്ടറാണെന്നുള്ളത് അവർക്കും അറിയില്ലല്ലോ. അങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ ഇവരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവിടെ രജിസ്റ്റർ മാരേജ് ഒക്കെ നടക്കും. പക്ഷേ ഈ സത്യഭാമയും രാഘവൻ നായരെയും ഒക്കെ ഇനി വരുന്ന സീനുകളിലാണ് അവർ ആ ജോത്സ്യനെ കാണാൻ പോകുന്നതൊക്കെ. അതൊക്കെ എന്താകും എന്നുള്ളത് ഫുൾ എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.